എല്ലാവർക്കും രശ്മീസ് റെസിപ്പീസിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു മധുരത്തിൻ്റെ റെസിപ്പിയാണ്. ഈ മഴ സമയത്ത് നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല എളുപ്പത്തിലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഈ നാടൻ ഒരു മധുരപലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത്. അരിപ്പൊടി വച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഞാനിതിന് മുന്നേ ഇത് ഗോതമ്പ് പൊടി വച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് അരിപ്പൊടി വെച്ചിട്ട് കൂടുതൽ സോഫ്റ്റായിട്ട് എങ്ങനെ നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റായിട്ട് അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയ മാവ് കുഴച്ചെടുക്കൽ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. എന്താ അതുപോലെ ഇങ്ങനെ ഉള്ളിലെല്ലാം നല്ല സോഫ്റ്റായിട്ട് നല്ല മധുരമുള്ള ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇടിയപ്പത്തിനെല്ലാം എടുക്കുന്ന ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന നല്ല സോഫ്റ്റായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിലർ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നവരുണ്ട്. മാവിൽ ഔട്ടർ കവറിങ്ങിനുള്ള മാവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നവരുണ്ട്. ഞാനങ്ങനെ ഉപ്പ് ചേർക്കാറില്ല. ഒരു നുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഇടിയപ്പത്തിനെല്ലാം മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു തവി വെച്ചിട്ട് അതുപോലെ ഇങ്ങനെ ആ തിളച്ച വെള്ളം എല്ലായിടത്തും ആക്കിയെടുക്കാം. ചിലർ നേരിട്ട് തിളച്ച വെള്ളത്തിലേക്ക് പൊടി ഇട്ട് കൊടുക്കും. ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇത് തിളച്ച വെള്ളം കുറേശ്ശെയായിട്ട് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അത് നിങ്ങളെടുക്കുന്ന പൊടി അനുസരിച്ചിട്ടിരിക്കും വെള്ളം എന്തോരം വേണമെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന അരിപ്പൊടിക്ക് എനിക്ക് ഒരു കപ്പ് അരിപ്പൊടിക്ക് ഏകദേശം 1.25 ആ സെയിം കപ്പിൽ തന്നെ 1.25 കപ്പോളം വെള്ളം വേണ്ടി വന്നു ഇതുപോലെ ആയി എടുക്കാനായിട്ട്. അപ്പോൾ അത് ആ പൊടി എല്ലായിടത്തും ചൂടുവെള്ളം എല്ലായിടത്തും ആയി കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് സെറ്റാക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വയ്ക്കാം. ഫുള്ള് എല്ലായിടത്തും ഒന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട് ഒരു 5 മിനിറ്റോളം ഇതൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതാ കുറച്ച് കഴിഞ്ഞപ്പം അതിൻ്റെ ചൂടെല്ലാം ഒന്ന് ആറി കഴിഞ്ഞപ്പം നമുക്കിത് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കാം. എന്തോരം സമയം നല്ലപോലെ ഇട്ട് കുഴയ്ക്കുന്നോ നമ്മളുണ്ടാക്കുന്ന കൊഴുക്കട്ട അത്രയും സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റോളം ഇത് ശരിക്കും കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ചുകൂടെ നെയ്യ് തടവിയിട്ട് ഇത് നമുക്ക് ഒന്ന് സെറ്റാവാനായിട്ട് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കാം. അത്രയും സമയം മതി. അതിനിടയ്ക്ക് നമുക്കിതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ നെയ്യ് ഒന്ന് മെൽറ്റായി കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്കൊരു സാമാന്യം വലിപ്പത്തിലുള്ള നേന്ത്രപ്പഴം അത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നെയ്യിലേക്ക്. അതൊന്ന് വരട്ടിയെടുക്കാനായിട്ട് ആ നെയ്യിലേക്ക് ആ നേന്ത്രപ്പഴം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നേന്ത്രപ്പഴം നെയ്യ് എല്ലായിടത്തും നേന്ത്രപ്പഴം നെയ്യാവാനായിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ നേന്ത്രപ്പഴം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ തന്നെ വേവിച്ചെടുക്കാം. നമുക്ക് ചെറിയ സിമ്മിൽ വെച്ചിട്ട് ഇതൊന്ന് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചാൽ ഈ നേന്ത്രപ്പഴം ശരിക്കും ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ കുറച്ച് സമയം ഇത് വേകാനായിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വയ്ക്കണം കേട്ടോ വേവിക്കാനായിട്ട് വയ്ക്കുമ്പം, അല്ലെങ്കിൽ അത് കരിഞ്ഞ് പിടിക്കും, അടുക്കി പിടിക്കും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ശരിക്കൊന്ന് വാട്ടിയെടുക്കണം. ഇപ്പോൾ ആ നേന്ത്രപ്പഴം എല്ലായിടത്തും ശരിക്കൊന്ന് വരണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അരിപ്പൊടി എടുത്ത അതേ സെയിം കപ്പിൽ തന്നെ ഒരു 3/4 കപ്പോളം തേങ്ങ തിരുമ്മിയത് എടുത്തിട്ടുണ്ട്. പഴത്തിൻ്റെയും നെയ്യിൻ്റെയും കൂടെ ആ തേങ്ങയും കൂടെ കിടന്നിട്ട് ശരിക്കൊന്ന് വാട്ടിയെടുക്കണം. തേങ്ങയിലെ വെള്ളമയം എല്ലാം ശരിക്കും പോകുന്ന വരേക്ക് ഇതൊന്ന് വരട്ടിയെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൊഴുക്കട്ട ഫില്ലിങ് വയ്ക്കുമ്പം അത് ആവിയിൽ വേവിച്ചെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കൊഴുക്കട്ട പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ തേങ്ങയിലെയും പഴത്തിലെയും എല്ലാം ശരിക്കും വെള്ളമയം ശരിക്കും വാട്ടി എടുത്തിട്ട് വേണം ഫില്ലിങ് റെഡിയാക്കാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കത് ആ പഴം ഒന്ന് ഉടച്ചു കൊടുക്കാം. വെന്ത പഴം ഒന്ന് ഉടച്ചും കൂടിയും കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ശർക്കരയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഫ്രീസറിൽ വെച്ചതാണ്. ശർക്കരപ്പൊടിയുടെ പാക്കറ്റ് ഫ്രീസറിലാണ് വെച്ചിരുന്നത്. അതുകൊണ്ടാണ് അത് കട്ടയായിട്ടിരിക്കുന്നത്, അല്ലാതെ ശർക്കര ഉണ്ടയല്ല അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് തവി വെച്ചിട്ടൊന്ന് ചൂടാകുമ്പം ഉടച്ചു കൊടുക്കാനേ ഉള്ളൂ. അപ്പോൾ അത് ശരിക്ക് ഒന്ന് പൊടിയായി തന്നെ കിട്ടും. ചെറുതായിട്ടൊന്ന് ചൂട് കയറുമ്പോഴേക്കും തന്നെ അത് ഉടഞ്ഞു വന്നോളും. അപ്പോൾ ഇത് ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾ ഉണ്ട ശർക്കരയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിലിട്ടിട്ടൊന്ന് അലിയിച്ച് അതൊന്ന് ചൂടാക്കിയിട്ട് വേണം, ആ വെള്ളം അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ കത്താരടൊന്നും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഇങ്ങനെ നേരിട്ട് പൊടി ശർക്കര ആയതുകൊണ്ടാണ് നേരിട്ട് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ പൊടി ശർക്കരയും ശരിക്ക് വെള്ളമെല്ലാം വറ്റി തേങ്ങയും പഴവും എല്ലാം ശരിക്ക് വെള്ളമെല്ലാം വറ്റി നല്ലപോലെ യോജിപ്പായി കിട്ടിയിട്ടുണ്ട്. ഈ ശർക്കരയിൽ നിന്ന് കുറച്ച് ശരിക്കും ഒന്ന് വെള്ളം ഒന്ന് വറ്റിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ആ സമയത്ത് കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ശരിക്കിത് മിക്സായി വരുന്ന സമയത്ത് ഒരു സ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് ചൂടാറാനായിട്ട് ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കണം. ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം നമുക്കിത്
ഉരുട്ടി ഇതിൻ്റെ ഫില്ലിങ് ആക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അത് ചൂടാറാനായിട്ട് വെച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് എങ്ങനെയായിട്ടുണ്ട് എന്ന് നോക്കാം. മാവ് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആ മാവ് ശരിക്കും ചൂടാറി, നമ്മൾ ചൂടുവെള്ളത്തിലാണ് കുഴച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും ഒന്ന് ചൂടും ആറി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ചെറിയ ബോൾസ് ആക്കി എടുക്കണം, ചെറിയ ബോൾ പോലെ ആക്കി എടുക്കണം. അപ്പോൾ അത് കയ്യിൽ പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഒന്ന് തിരുമ്മി കൊടുക്കാം കയ്യിൽ. 2 കയ്യിലും ചെറുതായിട്ടൊന്ന് നെയ്യ് ഒന്ന് തിരുമ്മി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ബോൾസാക്കി ഉരുട്ടിയെടുക്കണം. അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പം അതും കൂടെയും ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഒന്ന് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ ഫില്ലിങ് റെഡിയാക്കി എടുക്കാനായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഒട്ടും പൊട്ടാതെ ഇങ്ങനെ മാവ് എന്തോരം സോഫ്റ്റ് ആകുന്നോ കൊഴുക്കട്ട നമ്മൾ പരത്തുന്ന സമയത്ത് ഒട്ടും പൊട്ടാതെ കിട്ടും. അല്ലെങ്കിൽ അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അതൊന്ന് പെട്ടെന്ന് പൊട്ടിയെന്നിരിക്കും. അപ്പോൾ നമ്മൾ എന്തോരം സോഫ്റ്റായിട്ട് കുഴയ്ക്കുന്നോ അത്രയും പൊട്ടാതിരിക്കും. ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ അത്രയും ഇതില്ല. ഗോതമ്പ് പൊടിക്ക് ഒരു വലിച്ചിലുള്ളത് കൊണ്ട് തന്നെ അത് അധികം ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകില്ല. അരിപ്പൊടിക്ക് വലിച്ചിലില്ലാത്തതുകൊണ്ട് അത് ചിലപ്പോൾ ഒന്ന് പൊട്ടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് അത് പരത്തുന്ന സമയത്ത് ശരിക്കും ശ്രദ്ധിച്ചിട്ട് വേണം പരത്താനായിട്ട്. അതിനുശേഷം ഫില്ലിങ് വെച്ചിട്ട് ഉരുട്ടണ സമയത്തും ശരിക്കും ശ്രദ്ധിച്ചിട്ട് വേണം ഉരുട്ടിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫില്ലിങ് ശരിക്കും വെള്ളം വറ്റിച്ചിട്ട് വേണം നമുക്ക് ചൂടാറി ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്ങായിട്ട് വെച്ച് കൊടുക്കാനായിട്ട്. ഇപ്പോൾ അതായത് ശരിക്കും ഉരുട്ടിയെടുത്തിട്ടുണ്ട്, ഒട്ടും പൊട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ മാവ് എന്തോരം സോഫ്റ്റ് ആകുന്നോ അത്രയും അതിൻ്റെ പൊട്ട് കുറഞ്ഞിരിക്കും. ഇപ്പോൾ അതാ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഇവിടെ ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ നേരത്തെ ഒരു ഇഡ്ഡലി പാത്രം വെള്ളം ഒഴിച്ചിട്ട് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ എണ്ണ പുരട്ടിയിരിക്കുന്ന ഒരു ട്രേയിലേക്കാണ് ഇത് വെച്ച് കൊടുത്തിരിക്കുന്നത്. വേകുമ്പം വെന്ത് കഴിയുമ്പം പെട്ടെന്ന് വിട്ട് വരാനായിട്ടാണ് കുറച്ചൊന്ന് നെയ്യ് പുരട്ടി ഒരു ട്രേയിൽ അതിൽ ഒന്ന് ആവിയിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അധികം സമയമൊന്നും വയ്ക്കണ്ട കേട്ടോ. ഒരു 10 മിനിറ്റോളം, മാക്സിമം 5 മിനിറ്റിനും 10 മിനിറ്റിനും ഇടയിൽ വെച്ചാൽ മാത്രം മതി. പെട്ടെന്ന് വെന്ത് കിട്ടും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് അതിൻ്റെ മാവ് കുഴച്ചെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫില്ലിംഗ് ആണെങ്കിലും ശരിക്കും നല്ലപോലെ ചൂടിലൊന്ന് വരട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഫില്ലിംഗ് ഒന്നും അധികം വേവാനൊന്നുമില്ല, പഴമെല്ലാം ശരിക്കും വെന്ത് കിട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ എന്താ ശരിക്കും 5 മിനിറ്റിന് ഉള്ളിൽ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ സമയം വെച്ചാലും ഇത് ചിലപ്പം പൊട്ടി ഇതിൽ നിന്ന് ശർക്കരയുടെ വെള്ളമെല്ലാം ഇപ്പോൾ ചിലപ്പോൾ പുറത്തേക്ക് ഒലിച്ചു എന്ന് വരും. അപ്പോൾ അതൊന്നും ഇല്ലാതെ നല്ല ക്ലീനായിട്ട് നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയിൽ കൊഴുക്കട്ട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുഴയ്ക്കുന്നവർ മാക്സിമം ഒരു 5 മിനിറ്റ് മാത്രം ആവിയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താലും മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം വേവിച്ചാലും അത് ചിലപ്പോൾ പൊട്ടിപ്പോവും. ഇപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് ഈ മഴ സമയത്തെല്ലാം ചായയുടെ കൂടെ കഴിക്കാൻ പാകത്തിന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അല്ലെങ്കിൽ ലഞ്ച് റെസിപ്പി, ഡിന്നർ റെസിപ്പി, ഏതെങ്കിലും ഒരു റെസിപ്പി ആയിട്ട് ഉടനെ വരുന്നവരേക്കും. താങ്ക്